അപ്പോൾ ഓവറോൾ ഈ മാസം ഞാൻ സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 12,100 ക്യാപിറ്റലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അതിൽ ഓൾറെഡി ഒരു 106 പോയിൻ്റ് ഗ്രോത്ത് ഇപ്പോൾ ഓൾറെഡി ഉണ്ടായിട്ടുണ്ട്. ഓൾറെഡി ഞാൻ 12,700 റുപ്പീസ് ഈ 12,100 വെച്ച് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ക്യാപിറ്റൽ ഓൾറെഡി ഡബിളായി. ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സാണ്. ആ ബിസിനസ്സിൽ ആൾക്കാർക്ക് കുറേ പൈസ നഷ്ടപ്പെടുന്നുണ്ട്. നഷ്ടപ്പെടുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ചെറിയ മിസ്റ്റേക്സുകൾ ചെയ്യുന്നതുകൊണ്ടാണ് പലപ്പോഴും വലിയ വലിയ ലോസുകൾ നമുക്ക് വരുന്നത്. ചിലപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ മിസ്റ്റേക്സുകൾ നമ്മൾ സ്റ്റാക്ക് ചെയ്ത് അത് ഒരു വലിയ വലിയ മിസ്റ്റേക്സിൻ്റെ കൂടാരായി മാറും. അപ്പം അങ്ങനത്തെ കുറച്ച് മിസ്റ്റേക്കുകൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ചെയ്തിട്ടുണ്ട്. ആ മിസ്റ്റേക്കുകളൊക്കെ ഒന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ മിസ്റ്റേക്കുകൾ റിവ്യൂ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം എല്ലാവരും മിസ്റ്റേക്ക് വരുത്തുന്നുണ്ടെന്ന്. പക്ഷേ ആരും ശ്രദ്ധിക്കാത്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിസ്റ്റേക്കുകൾ നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ നമ്മൾ ഒരു സൈഡിൽ നമുക്ക് കുറച്ച് മിസ്റ്റേക്കുകളുണ്ട്, ഒരു സൈഡിൽ നമുക്ക് കുറച്ച് ഗുഡ് ഹാബിറ്റ്സ് ഉണ്ട്, നല്ല ഹാബിറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മളെന്താ മാക്സിമം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 by 1 ഓരോ മിസ്റ്റേക്സുകൾ റിമൂവ് ചെയ്തിട്ട് നമുക്ക് പുതിയ ഹാബിറ്റ്സുകൾ എന്തെങ്കിലും ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം. ഈ ബാഡ് ഹാബിറ്റ്സ് അല്ലെങ്കിൽ മിസ്റ്റേക്കുകൾ നമ്മളുടെ അടുത്ത് മുഴുവനായിട്ട് ഒരിക്കലും പോകില്ല. നമ്മൾ ചിലത് റിമൂവ് ചെയ്യും, ചിലപ്പോൾ അടുത്ത ആഴ്ച വേറൊരു നമ്മൾ കഴിഞ്ഞ ആഴ്ച റിമൂവ് ചെയ്തൊരു ബാഡ് ഹാബിറ്റ് അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക് തിരിച്ചു വരും. അപ്പോൾ മാക്സിമം നമ്മളിതിനെ റിവ്യൂ ചെയ്തുകൊണ്ടിരുന്നാലേ നമുക്ക് ഈ ബാഡ് ഹാബിറ്റ്സ് അല്ലെങ്കിൽ നമ്മുടെ മിസ്റ്റേക്കുകളെ കുറച്ച് കൊണ്ടുവരാനും ഗുഡ് ഹാബിറ്റ്സിനെ സ്റ്റാക്ക് ചെയ്ത് നല്ലൊരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവാൻ പറ്റുള്ളൂ. അപ്പോൾ മിസ്റ്റേക്ക് നമ്പർ വൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ ദോ എൻ്റെ ഡയറക്ഷണൽ ബയസൊക്കെ കറക്റ്റാണ്. ഞാനിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് മുകളിലോട്ട് പോകുന്നില്ലതാണോ അല്ലെങ്കിൽ മുകളിൽ നിന്ന് ഈ ലെവൽ താഴത്തോട്ട് വരുന്നില്ലതാണോ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ആ പ്രെഡിക്റ്റ് ചെയ്തതിൻ്റെ ശേഷം പ്രോപ്പറായിട്ടുള്ളൊരു സെറ്റപ്പ് അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ളൊരു എൻട്രിയിലല്ല ഞാൻ എൻ്റർ ചെയ്യുന്നത്. എനിക്ക് താഴത്തോട്ട് വരും എന്ന് അറിയുന്നുണ്ടെങ്കിൽ ഞാൻ താഴത്തോട്ട് കുറച്ച് നേരത്തെ പൊസിഷൻ ഉണ്ടാക്കി വെക്കും. അതെൻ്റെ SL-നെ പോയി അടിച്ച് പിന്നെ താഴത്തോട്ട് വരും. അതുപോലെ ഇപ്പോൾ മുകളിലോട്ടാണ് മാർക്കറ്റ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറേ മുന്നേ തന്നെ ഞാൻ പൊസിഷൻ ഉണ്ടാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് 2-3 പ്രാവശ്യമൊക്കെ എൻ്റെ SL അടിക്കുന്നുണ്ട്. അത് ഒരു കണക്കിൽ പറയുമ്പോൾ ഒരു ഫിയർ ഓഫ് മിസ്സിങ് ഔട്ടാണ്. എനിക്ക് ആ മൂവ്മെൻറ്റ് മുകളിലോട്ട് കിട്ടൂലേ ഇല്ലേ എന്ന് ഉള്ളൊരു ഡൗട്ട് കൊണ്ട് ഞാൻ എന്താട്ടും ഫിയർ ഓഫ് മിസ്സിങ് ഔട്ടിൻ്റെ റീസൺ കൊണ്ടാണ് ഞാൻ ഈ ആദ്യം എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് കാണിച്ചു. ഈ 7th ഒരു അങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നത്. എനിക്ക് ഇവിടുന്ന് മുകളിലേക്ക് പോകുമെന്നറിയാം, കാരണം ഇവിടെയാണ് SL ഉള്ളത്. നമ്മുടെ പ്രീവിയസ് ഡേ ഒരു ലോയിൽ മൾട്ടിപ്പിൾ ടൈംസ് റെസിസ്റ്റൻസ് അടിച്ച് താഴത്തോട്ട് വരുന്നുണ്ടായിരുന്നു. കൂടുതൽ സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു ദിവസമായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ടച്ച് ചെയ്ത് താഴത്തോട്ട് സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തു. പക്ഷേ എനിക്ക് എൻട്രി ഞാൻ ചെയ്തു, എനിക്ക് ഇത് താഴത്തോട്ട് വരുമെന്ന് അറിയുന്നതുകൊണ്ട്, താഴത്തോട്ടല്ല മുകളിലോട്ട് ഇവരെല്ലാവരും SL അടിച്ച് മുകളിലോട്ട് പോകുന്നുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ എൻ്റർ ചെയ്തു. ഇവിടെ ഞാൻ ഒരെണ്ണം എൻ്റർ ചെയ്തു. മുകളിലേക്ക് എന്തായാലും പോകുന്നില്ല ഒരു ഇതിൽ. തിരിച്ച് വീണ്ടും ഞാൻ എൻ്റർ ചെയ്തു, മുകളിലോട്ട് വന്നു, അതും SL അടിച്ചു. തിരിച്ച് ഞാൻ ഈ ഒരു സ്വിങ്ങിൻ്റെ അടിയിലും ഞാൻ എൻ്റർ ചെയ്തു. ജസ്റ്റ് ഇവരെ ക്ലിയർ ചെയ്തല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടുന്ന് എൻ്റർ ചെയ്യാൻ നോക്കി. അതും എൻ്റെ SL 25 പോയിൻറ്റ്സ് ആയതുകൊണ്ട് ഇവിടെ വന്ന് അതും അടിച്ചു. അപ്പോൾ ശരിക്കും ഞാൻ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിക്കറ്റിൽ എല്ലാവരും SL അടിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇവിടെ ആൾക്കാർ കാണുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ട്രെൻഡ് ലൈനിൽ ടച്ച് ചെയ്ത് വന്നു തിരിച്ചു വന്നു, ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തു. ആക്റ്റീവായിട്ട് സെല്ലേഴ്സ് വന്നു ഇങ്ങനെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുമ്പോൾ. എന്നിട്ട് ആ ട്രെൻഡ് ലൈനെ റീടെസ്റ്റ് ചെയ്തതിൻ്റെ ശേഷം ഇവിടുന്ന് ബൈ ചെയ്ത ആൾക്കാരുടെ ഒക്കെ SL, ഇവിടുന്ന് ബൈ ചെയ്ത ആൾക്കാരുടെ SL എല്ലാം മുഴുവനായിട്ട് ക്ലിയർ ചെയ്തിട്ട് വരുമ്പോൾ ഈ ഗ്രീൻ ക്യാൻഡലിലായിരുന്നു എൻ്റെ ശരിക്കുള്ള പൊസിഷൻ വരണത്. എൻ്റെ സെറ്റപ്പ് അനുസരിച്ച് എനിക്ക് ഫസ്റ്റ് എൻട്രി വരേണ്ടത് ഇവിടെയാണ്. പക്ഷെ ഞാൻ എൻ്ററായത് ഇവിടുത്തെ SL ഒക്കെ അടിച്ചതിന് ശേഷം ഞാൻ എൻ്ററായത് എവിടെയാണ്, ഈ ഒരു പൊസിഷനിലാണ് ഞാൻ എൻ്ററായത്. എന്നിട്ട് ഇവിടുന്ന് ഒരു ചെറിയൊരു പോയിൻ്റ് എടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. കമ്പാരിറ്റീവ്ലി ഇവിടുന്ന് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഡബിൾ പോയിൻ്റ് എനിക്ക് കിട്ടേണ്ടതാണ്. അപ്പോൾ ഇതാണ് മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ
ഡയറക്ഷൻ ശരിയാണെന്ന് അറിഞ്ഞിട്ടും കൂടിയും നേരത്തെ പൊസിഷനിൽ കയറിയിരിക്കുമ്പോൾ എനിക്ക് കുറേ SL അടിക്കുന്നതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്യുക, ജസ്റ്റ് പേഷ്യൻ്റായിട്ട് വെയിറ്റ് ചെയ്ത് മാർക്കറ്റ് എല്ലാവരുടെയും SL എടുത്തു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം എൻ്റർ ചെയ്യുക. അതാണ് മിസ്റ്റേക്ക് നമ്പർ 1. മിസ്റ്റേക്ക് നമ്പർ 1ൻ്റെ സൊല്യൂഷനാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ഈ സെയിം സംഭവം ഈ 8ന് സംഭവിച്ചിട്ടുണ്ട്. ഈ 8ൽ ഇവിടെ ഇത് താഴോട്ട് വരുമെന്ന് എനിക്കറിയാം. എനിക്ക് നല്ലൊരു മൂവ്മെൻറ്റ്, ഒരു 10 o'clock അടുപ്പിച്ചൊരു നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഓരോ ഈ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോഴും ഞാൻ ഇതിൽ എൻ്റർ ചെയ്യുന്നുണ്ട്. SL അടിക്കും, പിന്നെ ഈ ഹൈ ബ്രേക്ക് ചെയ്യും, SL അടിക്കും. മിസ്റ്റേക്ക് നമ്പർ 2 ഒരു എൻട്രിയാണിത്. മിസ്റ്റേക്ക് നമ്പർ 2 എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. മിസ്റ്റേക്ക് നമ്പർ 2 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്റ്റേക്ക് നമ്പർ 2 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ടാർഗറ്റിൽ ഞാൻ എക്സിറ്റ് ആവുന്നില്ല. ഇതൊരു കോമ്പിനേഷനാണ്. മിസ്റ്റേക്ക് നമ്പർ 1 and 2ൻ്റെ ഒരു കോമ്പിനേഷനാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ കുറേ SL എൻ്റെ ഇവിടെ അടിക്കുന്നത് ചെറിയ 25 പോയിൻ്റ് ചെറിയ ലോട്ടിൽ SL ആണ്. അതുകൊണ്ട് വലിയ എമൗണ്ട് ഒന്നുമല്ല. പക്ഷേ SL അടിച്ചതിൻ്റെ ശേഷം എനിക്കൊരു ലോസ് ഉണ്ടാവുന്നുണ്ട് ഇവിടെ, ഒരു ലോസ് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ആ ലോസിനെ റിക്കവർ ചെയ്ത് എനിക്ക് പ്രോഫിറ്റും കാണിക്കുന്നുണ്ട്. എന്നിട്ടും ഞാൻ എൻ്റെ എക്സിറ്റ് സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ ഒരു താഴോട്ടൊരു മൂവ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫിബ് എടുത്തിട്ട് ഞാൻ അതിൻ്റെ തൊട്ട് മുന്നത്തെ ഒരു ഹൈ ടു ലോ മാർക്ക് ചെയ്യും. ചെറിയ ഒരു സ്വിങ്, ഒരു പുൾ ബാക്ക് അല്ലേ, ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഒരു പുൾ ബാക്ക് വന്ന് ഈ പുൾ ബാക്കിൻ്റെ ഇവിടുന്ന് ഇതുവരെ ഞാൻ മരക്കും. അതിൽ നമുക്ക് വരുന്ന ഈ 2.6 ആണ് എൻ്റെ എക്സിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹൈ തന്നെ എടുക്കാം, ഈ ഒരു പുൾ ബാക്ക് തന്നെ എടുക്കാം. അതുണ്ടോ കറക്റ്റ് ഈ 2.6 എത്തിയപ്പോൾ എനിക്ക് എക്സിറ്റ് ആവാമായിരുന്നു. ഇവിടെ ഓൾമോസ്റ്റ് എനിക്ക് ആ ഡേ ഒരു 3K വരെ ഇവിടെ എത്തുമ്പോൾ പ്രോഫിറ്റ് വന്നിരുന്നു. എൻ്റെ ലോസ് എല്ലാം റിക്കവറായിട്ട് ഒരു 3K ഇവിടെ പ്രോഫിറ്റ് വന്നിരുന്നു. പക്ഷേ ഞാനിവിടെ എക്സിറ്റ് ആയില്ല. ഇത് എൻ്റെ ഒരു എക്സിറ്റ് ക്രൈറ്റീരിയയാണ്. ഈ 2.4 എത്തുമ്പോൾ നൈസിൽ എക്സിറ്റ് ആവുക എന്നുള്ളതാണ് ക്രൈറ്റീരിയ. അല്ലെങ്കിൽ ഇത് പിന്നെ ഇവിടുന്ന് ഫോളോ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ പ്രീമിയത്തിൽ SL മോഡിഫൈ ചെയ്യുക ഇങ്ങോട്ട്. പക്ഷേ അന്ന് എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. എന്തോ കാരണം കൊണ്ട് അത് സൈക്കോളജിക്കലാണ്. എനിക്കിവിടെ ഈ ലോസൊക്കെ വന്നത് റിക്കവർ ചെയ്ത് തിരിച്ച് ആ ഒരു ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത എമൗണ്ടിൽ എത്താത്തതുകൊണ്ട് എനിക്കത് അവിടെ എക്സിറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇതിനുള്ളൊരു സൊല്യൂഷൻ എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ലോസിൽ പോവാതെ ഇപ്പോൾ ഇവിടുന്ന് ഇതുവരെ വന്നതല്ലേ, ഒരു 50 പോയിൻ്റ് മിനിമം ക്യാപ്ചർ ചെയ്യുക. അപ്പോൾ മാർക്കറ്റ് ഇൻ്റെ സൈഡിലോട്ട് റൺ ചെയ്ത് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് SL മോഡിഫൈ ചെയ്ത് ഒരു 50 പോയിൻ്റ് SL ആക്കി വെക്കുക എന്നുള്ളതാണ് ഇതിനൊറ്റ പ്ലാനുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഓൾറെഡി ഞാൻ ഏർലി എൻട്രീസ് എടുക്കാതെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു എൻട്രിക്ക് വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ എനിക്ക് ഒരിക്കലും വരില്ല. അപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിസ്റ്റേക്ക് നമ്പർ 1 മിസ്റ്റേക്ക് നമ്പർ 2 ഒരു കോമ്പിനേഷനാണ്. രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് റെഡിയായാൽ ഓട്ടോമാറ്റിക്കലി മറ്റേത് തന്നെ റെഡിയാവും. ഇത് പ്യുവർലി ബേസ്ഡ് ഓൺ ഒരു സൈക്കോളജിക്കലായിട്ടുള്ളൊരു സംഭവമാണ്. കാരണം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡയറക്ഷൻ ശരിയാണ്, ഇവിടുന്ന് താഴത്തോട്ട് വരുന്നില്ലത് എനിക്കറിയാം. പക്ഷേ ഇവിടെ ഫസ്റ്റ് ടൈം താഴത്ത് വന്നു, ഇവിടെ തന്നെ എനിക്ക് എക്സിറ്റ് ആയിരുന്നു. തിരിച്ച് മുകളിൽ പോയി പിന്നെ ഞാൻ SL ഒക്കെ കൊടുത്ത അവിടെ നിന്നും പിന്നെയും താഴത്തോട്ട് ഇത് എത്രയോ പോയിട്ടുണ്ട് കേട്ടോ, പിന്നെ അതുവരെ പോയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഫാസ്റ്റ് മൂവ്മെൻ്റ് അല്ല, ഇത് കുറച്ച് ടൈം എടുത്തിട്ടാണ് ഇത് താഴോട്ട് പോയത്. മൂന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിസ്റ്റേക്ക് ആയിരിക്കും ഈ വീഡിയോ കാണുന്ന ട്രേഡ് ചെയ്യുന്ന ഒരു എന്താ പറയുക 99% ആൾക്കാരുടെയും റീസൺ പ്രോഫിറ്റബിൾ ആവാത്തതിൻ്റെ അത് ഓവർ ട്രേഡിംഗ് ആണ്. ഡെയിലി ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു കൺസെപ്റ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡയറക്ഷൻ എനിക്കൊരു ബയസ് ഉണ്ട്, ആ ഡയറക്ഷനിൽ തന്നെയാണ് പോകുന്നത് എനിക്ക് തോന്നുന്നത് വരെ ഞാൻ പിന്നെയും ചെറിയ പോയിൻ്റ് വെച്ചിട്ട് 25 പോയിൻ്റ് വെച്ച് SL കൊടുക്കും. എന്നിട്ട് ഒരു വലിയ ട്രേഡ് കിട്ടുമ്പോൾ SL കൊടുത്തതെല്ലാം കവർ ചെയ്ത് ഒരു ചെറിയ പ്രോഫിറ്റിൽ വരും. അത് ഒരു കണക്കിന് പറയുമ്പോൾ ഓവർ ട്രേഡിംഗ് ആണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മിസ്റ്റേക്ക് നമ്പർ 1
ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്, മിസ്റ്റേക്ക് നമ്പർ 2 എക്സിറ്റ്. ഈ കുറച്ച് ഓൾറെഡി SL അടിച്ചുകൊണ്ട് നമുക്ക് പ്രോഫിറ്റ് വരുമ്പോഴും അതിൽ എക്സിറ്റ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്നതും, ഈ പിന്നെയും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓവർ ട്രേഡിങ്, മൂന്ന് മിസ്റ്റേക്കും എന്താ പറയുക ഭയങ്കരമായിട്ട് ഇൻ്റർ കണക്റ്റഡ് ആണ്. ഇതിൻ്റെ എക്സാമ്പിൾ എനിക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ അത്ര വലിയ പ്രശ്നം ഉണ്ടായില്ല. എനിക്ക് ഇവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടിയതുകൊണ്ട് 7th അത്ര പ്രശ്നം വന്നില്ല. പക്ഷേ 8th എന്താ സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് എൻ്റെ ഭാഗത്തുള്ള വലിയൊരു മിസ്റ്റേക്കാണ്. 8th എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ നിന്നൊക്കെ SL കൊടുത്തു. ഇവിടെ എനിക്ക് എക്സിറ്റ് ആവാനും പറ്റിയില്ല. ഞാനൊരു 2000 ഇതിലാണ് ലോസിലാണ് എക്സിറ്റ് ആയത്. പക്ഷെ അവിടുന്ന് പിന്നെ ഞാൻ എന്താ ഓഫ് റെക്കോർഡ് ഞാൻ വീണ്ടും ട്രേഡ് എടുത്തിരുന്നു. അത് എൻ്റെ ഒരു മിസ്റ്റേക്കാണ്. എൻ്റെ സൈക്കോളജി മൊത്തം റൂൾസും സംഭവങ്ങളൊക്കെ ഞാൻ കാറ്റിപ്പറത്തി ഞാൻ ചെയ്ത മിസ്റ്റേക്കാണ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് തിരിച്ച് എനിക്ക് തന്നെ അറിയില്ല, ഞാനൊരു ട്രേഡ് ബുക്ക് എടുത്ത് നോക്കുമ്പോൾ ഒരു 40 ട്രേഡൊക്കെ കാണാനുണ്ടായിരുന്നു. ചെറിയ ട്രേഡ് സ്കാൽപ്പ് പോലൊക്കെ ആയിട്ട് ഞാൻ ചെയ്തിരുന്നു. പിന്നെ ഞാൻ ഒരു ഇതിലെത്തിയപ്പോൾ ഞാൻ മൊത്തത്തിൽ നിർത്തി. പിന്നെ ഞാൻ ചുമ്മാ മാർക്കറ്റിനെ നോക്കിയായിരുന്നു. ഞാൻ OI ഡാറ്റ മാത്രം നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ ട്രെൻഡ് ലൈൻ ഫോം ചെയ്യുന്നുണ്ട്. ട്രെൻഡ് ലൈനെ ടച്ച് ചെയ്ത് സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു. പിന്നെ ഇവിടെ ഇത് ബ്രേക്ക് ചെയ്തു, തിരിച്ചിങ്ങോട്ട് വന്നു, പിന്നെ സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്ത് ഇവിടുന്ന് എല്ലാവരും ക്ലിയർ ചെയ്തപ്പോൾ ഈ ഒരു ഏരിയയിലൊക്കെ എത്തിയപ്പോൾ ഞാൻ മറ്റേ OI ഡാറ്റയിൽ ഷോർട്ട് കവറിങ് നല്ല രീതിയിൽ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു 1440 ഒക്കെ ആയപ്പോൾ 1440 ഈ ക്യാൻഡിലൊക്കെ ആയപ്പോൾ ഇവിടൊക്കെ എത്തിയപ്പോൾ ഞാൻ ഒന്ന് എൻ്റർ ചെയ്തു. എന്നിട്ട് ഞാൻ എൻ്റെ ഒരു 2000 സംതിങ് ലോസ് ഉണ്ടായിരുന്നത് ഞാനങ്ങ് റിക്കവർ ചെയ്തു. ഒരു 800 സംതിങ് ഒക്കെ ആക്കി വെച്ചു. 2000 കൂടുതൽ ലോസ് ഉണ്ടായിരുന്നു. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് ജസ്റ്റ് ഒന്ന് പോസിറ്റീവിലെത്തിയപ്പോൾ ഞാൻ നിർത്തി. എന്തോ ഭാഗ്യത്തിന് ചെയ്തതാണ്, അല്ലാതെ ഈ ഷോർട്ട് കവറിങ് വന്നിട്ടില്ലെങ്കിൽ അന്ന് നല്ല ലോസ് തന്നെ ആയിരുന്നു. എന്തായാലും അതും ഞാൻ പ്രോഫിറ്റ് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ മിസ്റ്റേക്ക് നമ്പർ 3 ഓവർ ട്രേഡിങ്ങിലുള്ള സൊല്യൂഷൻ നമുക്ക് ഒന്നേ ചെയ്യാനുള്ളൂ. പർപ്പസ്ഫുള്ളി നല്ലൊരു സെറ്റപ്പിന് വെയിറ്റ് ചെയ്തതിൻ്റെ ശേഷം ആ ഒരൊറ്റ ട്രേഡ് എടുക്കുക. ട്രേഡ് കറക്റ്റ് ടാർഗറ്റിൽ എക്സിറ്റ് ആവുക, എന്നിട്ട് ഇരുന്ന് ചില്ല് ചെയ്യുക. ഈ ആഴ്ച ഞാൻ ഇത്രയൊക്കെ എന്താ പറയുക ഡേഞ്ചറസ് മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും എന്തോ ഭാഗ്യത്തിന് ഞാൻ പ്രോഫിറ്റബിൾ മാത്രമല്ല, ഞാൻ എൻ്റെ ഒരു ഇത് കാണിച്ചു തരാം. ഇത് ഓരോ ദിവസം ഞാൻ എടുത്ത ട്രേഡ്സും സംഭവങ്ങളൊക്കെ ലോഗ് ചെയ്തതാണ്. അതിൽ ലാസ്റ്റത്തെ ഈ 7th 8th കുറച്ച് കൂടുതൽ ട്രേഡ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് കറക്റ്റ് സ്ട്രൈക്ക് പ്രൈസും സംഭവം ചെയ്യാൻ പറ്റിയില്ല. ജസ്റ്റ് പ്രോഫിറ്റാണ്. 7th നമുക്കറിയാം ഒരു 1900 സംതിങ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് കമ്മീഷൻ പോയിട്ട് 1800 സംതിങ് ആണ് പ്രോഫിറ്റ് ഉള്ളത്. ഈ 8th ഇന്നലെ 2000 സംതിങ് ലോസ് ആയിരുന്നു. ഇന്നലല്ല, മിനിഞ്ഞാന്ന് വെള്ളിയാഴ്ച 2000 സംതിങ് ലോസ് ആയിരുന്നു. അത് ജസ്റ്റ് ഒന്ന് പോസിറ്റീവിലാക്കിയിട്ട് ഞാൻ എക്സിറ്റ് ചെയ്തു ആ ഷോർട്ട് കവറിങ് വന്നപ്പോൾ. അപ്പോൾ ഓവറോൾ ഈ മാസം ഞാൻ സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 12,100 ക്യാപിറ്റലായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അതിൽ ഓൾറെഡി ഇപ്പോൾ ഒരു 100 അതിൽ ഓൾറെഡി ഒരു 106 പോയിൻ്റ് ഗ്രോത്ത് ഇപ്പോൾ ഓൾറെഡി ഉണ്ടായിട്ടുണ്ട്. ഓൾറെഡി ഞാൻ 12,700 റുപ്പീസ് ഈ 12,100 വെച്ച് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് അല്ല, ക്യാപിറ്റൽ ഓൾറെഡി ഡബിളായി. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ 12,000 10,000 വെച്ച് 10,000 ഞാൻ പ്ലാൻ ചെയ്തത്. 12,000 ജസ്റ്റ് ഒരു ബഫറിന് വേണ്ടിയിട്ട് ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തതാണ്. ഇതിൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ദിവസം കണ്ടോ, ജസ്റ്റ് 30 ലോട്ട്സ് വെച്ചിട്ടാണ് ഞാൻ ഇത് ചെയ്തിട്ടുള്ളത്. അതിൽ ഒരു ദിവസം 60 ലോട്ട് എടുത്ത അന്നാണ് ഇതും കവറായിട്ടുണ്ട്. ഇത് അതിൻ്റെ അടുത്ത ട്രേഡിൽ കവറായിട്ടുണ്ട്. മാക്സിമം ഒക്കെ 30 ലോട്ട് 60 ലോട്ട് വെച്ചിട്ടേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഓവറോൾ പറയുമ്പോൾ ഈ വീക്ക് ഞാൻ കുറേ മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും എന്തോ ഭാഗ്യത്തിന് ഞാൻ പ്രോഫിറ്റബിളായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ അടുത്ത് ഇപ്പോൾ ഉള്ള കുറച്ച് ഗുഡ് ഹാബിറ്റ്സ് അങ്ങനെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ
ഇത്രക്ക് ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ അടുത്ത ആഴ്ച ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ ഡബിള് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇൻഫർമേഷനായിട്ട് തോന്നിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ ട്രേഡർ ഫ്രണ്ട്സിനൊക്കെ ഒന്ന്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇതിലെന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും സംഭവം നിങ്ങൾക്ക് ക്ലിയർ ആവാത്തതുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടോപ്പിക്കിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് എന്നാലേ അതിനെ പറ്റിയിട്ട് വീഡിയോസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ ഐഡിയ ഇല്ല എന്തിനെ പറ്റിയിട്ടാണ് വീഡിയോസ് ഉണ്ടാക്കേണ്ടതെന്നില്ല. അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഡൗട്ട് ഉള്ളത്, എന്തിനെ പറ്റിയിട്ടാണ് ഇൻഫർമേഷൻ വേണ്ടത്, അതിനനുസരിച്ചിട്ടുള്ള വീഡിയോസ് ഞാൻ ഉണ്ടാക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. ജി ബോയ്സ്.